ഈ ദേവാലയത്തിൽ ദൈവിക ആരാധന സമ്മേളനത്തിൽ സാക്ഷികളായിരിക്കുന്ന എല്ലാ സാക്ഷികൾക്കും കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അവർണ്ണനീയമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഈ സമയം നമ്മൾ ഒരുമിച്ച് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യം. മോശെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ പ്രവാചകൻ ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. മോശയാണ് ഈ വാക്ക് ഇവിടെ പറഞ്ഞത്. എന്നെ പോലെ ഒരു പ്രവാചകൻ. മോശയെ പോലെ ഒരേ ഒരു പ്രവാചകനെ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളൂ, വരാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ, ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളൂ. ആ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, എന്നെ പോലെ ഒരു പ്രവാചകൻ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 31-ാം വാക്യം. എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്കെല്ലാം ഓരോരുത്തരായി പ്രവചിക്കാവുന്നതാണ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു മോശയെ പോലെയുള്ള പ്രവാചകനായി നമുക്ക് മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് വന്ന് തന്റെ പ്രവചന ശുശ്രൂഷ ദൗത്യം പരിപൂർണമായി ചെയ്തു. ഇനി ആ ദൗത്യം ചെയ്യാൻ നമ്മളാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു സഭാ സമ്മേളനം കൂടി വന്ന് ആ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് ആരെങ്കിലും ഒരാൾ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ സമ്മേളന സദസ്സിൽ സമ്മേളനം അവസാനിച്ച് ദൈവാലയം വിട്ട് പുറത്തു പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിന്ന് ഈ വേദപുസ്തകത്തെ കുറിച്ച് മറ്റുള്ള കേൾവിക്കാരോട് 2 വാക്ക് പറഞ്ഞാൽ അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹം ചെയ്തത് പ്രവചനമാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പ്രവചന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജനങ്ങളെ ഉത്തേജിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിനുവേണ്ടി അവരെ ആഹ്വാനം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് 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 ഇങ്ങനെ ആയിത്തീരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു മോശയെ പോലെയുള്ള പ്രവാചകനായിരിക്കാൻ ആ കർത്താവായ യേശു ക്രിസ്തുവാകിയാൽ, ക്രിസ്തു എന്ന വാക്കിന് അനോയിന്റഡ് വൺ, അഭിഷിക്തനായ ഒരുവൻ, ഒരേ ഒരു അഭിഷിക്തൻ എന്നാണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മൾ അനോയിന്റഡ് ആണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ അഭിഷിക്തരാണ്. നമ്മൾ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കാൻ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവായ യേശുവിനെ
മൂന്ന് നിലയിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. നമ്മളും മൂന്ന് നിലയിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. നമ്പർ 1 ഈസ് അനോയിന്റഡ് വിത്ത് പ്രീസ്റ്റ്. അഭിഷേകത്തോടുകൂടെ പൗരോഹിത്യമാണ് ലഭിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്കുള്ളതിനാൽ നാം എല്ലാം മാറ്റിവെച്ച് ആ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലണമെന്ന് പറയുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ള മഹാപുരോഹിതൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യം ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ഒന്നാമത് പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. സാധാരണ പുരോഹിതനല്ല, മഹാപുരോഹിതനായി അവൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അതിന്റെ 4 മുതൽ ഇങ്ങനെ വായിക്കുന്നു. പഴയ നിയമം 29-ാം അധ്യായം പുറപ്പാട് പുസ്തകം. അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. പിന്നെ വിശേഷ വസ്ത്രം എടുത്ത് അഹരോനെ ഉള്ളങ്കിയും യഹോവയുടെ അങ്കിയും യഹോവയും പതക്കവും ധരിപ്പിച്ച് അവന്റെ അരയ്ക്ക് യഹോവയുടെ നടുക്കെട്ട് കെട്ടണം. അഹരോന്റെ തലയിൽ മുൾമുടി വെച്ച് അതിന്മേൽ വിശുദ്ധ പട്ടം വയ്ക്കണം. 7-ാം വാക്യം. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. അവന്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിച്ച് അഹരോന്റെയും അവന്റെ പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം. പൗരോഹിത്യം അവർക്ക് നിത്യ അവകാശമായിരിക്കണം. ഇങ്ങനെ നീ അഹരോനെയും അവന്റെ പുത്രന്മാരെയും പ്രതിഷ്ഠിക്കണം. വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരാൾ പ്രതിഷ്ഠിക്കപ്പെടുവാൻ, ആമേൻ, ഹല്ലേലൂയ, ഒരാൾ സമർപ്പിക്കപ്പെടുവാൻ എന്തെല്ലാം ചെയ്യണം എന്നാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിച്ചത്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ മറക്കരുത്. Take them from Israel. ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് ആദ്യമായി അവരെ എടുക്കണം. രണ്ടാമത് bring them before the court or before the door of tabernacle. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ആ എടുക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരണം. മൂന്നാമത് wash them with water. അവരെ വെള്ളം കൊണ്ട് കഴുകണം. അതിനുശേഷം clothe them. അവരെ വസ്ത്രം അണിയിക്കണം. അതിനുശേഷം anoint them. അവരെ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യണം. and sanctify them. അവരെ ശുദ്ധീകരിക്കണം. and submit them. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവരെ എടുക്കുന്നു, അവരെ കൊണ്ടുവരുന്നു, അവരെ വെള്ളം കൊണ്ട് കഴുകുന്നു, അവരെ വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കുന്നു, തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവരെ ശുദ്ധീകരിച്ച് അവരെ സമർപ്പിച്ച് അവരെ വേർതിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രകാരം നാം അറിഞ്ഞു പോകരുത്, ഞാനും നിങ്ങളും സാധാരണക്കാരല്ല. നാം ഓരോരുത്തരും അസാധാരണക്കാരാണ്. ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്, അവന്റെ അഭിഷിക്തനാണ്. നമ്മൾ മറക്കാതെ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ കേവലം ഒരു മനുഷ്യരല്ല, ഞാൻ അനോയിന്റഡ് പേഴ്സണാണ്, ഞാൻ അഭിഷിക്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് മറക്കരുത്, ഈ ലോകത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ തിങ്ങി നിറഞ്ഞ ഈ ലോക ജനസാന്ദ്രതയുടെ മതിലിന് ദൈവം നമ്മളെ വിളിച്ചു. ആമേൻ. അവൻ നമ്മളെ വിളിക്കുകയല്ല, ഈ വിളിച്ചു എന്ന വാക്കിന് take them from Israel. ഇസ്രായേലിന്റെ ഇടയിൽ നിന്നും അവരെ എടുത്തു
നമ്മളെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് ബൈബിളിൽ ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, നിങ്ങളെ അവൻ ചുമന്നല്ലോ. നിങ്ങളെ അവൻ തോളിൽ ചുമന്നല്ലോ, നിങ്ങളെ അവൻ മാറോട് ചേർത്ത് അണച്ചല്ലോ, നിങ്ങളെ അവൻ ചുമന്നണച്ച് നിങ്ങളെ പാലും തേടി മുഴുകുന്ന വാക്തവനായ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ എന്ന് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് മറക്കരുത്, നമ്മൾ സാധാരണക്കാരല്ല. മറക്കരുത്, നമ്മൾ കേവലം ഒരു മനുഷ്യരല്ല. മറക്കരുത്, നമ്മൾ ഒരു ലോക മനുഷ്യരല്ല. മറക്കരുത്, നമ്മൾ വൈകല്യമുള്ള ഒരു മനുഷ്യരല്ല. മറക്കരുത്, നമ്മൾ പറ്റുപോകുന്ന ഒരു മനുഷ്യരല്ല. മറക്കരുത്, നമ്മൾ മരണത്താൽ അവസാനിക്കുന്ന ഒരു മനുഷ്യരല്ല. മറക്കരുത്, ഈ ലോക ജീവിതം കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്ന ഒരു കേവല മനുഷ്യരല്ല ഞാൻ. അതുകൊണ്ട് ഒന്നാമത് നാം അറിയണം, എന്നെ എടുത്തിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ടേക്ക് ദം, അവരെ എടുത്തുകൊണ്ടുവരിക. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് അവരെ എടുത്തുകൊണ്ടുവന്നു. ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളെ എടുത്തുകൊണ്ടുവന്നിരിക്കുകയാണ്. ആമേൻ. അങ്ങനെ നിങ്ങൾ ആ വാക്ക് കേൾക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ടേക്ക് എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ, ഒന്നുകിൽ ഒരമ്മ തന്റെ ഇഴയിൽ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സീൻ നിങ്ങളുടെ സെറിബ്രൽ കോശത്തിൽ ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്, ആ കുഞ്ഞ് ഉറങ്ങിയപ്പോൾ ആ അമ്മ തന്റെ തോളിലിട്ടുകൊണ്ട് പ്രയാസത്തോടെ ആ കുഞ്ഞുമായി നടന്നു പോകുന്ന രണ്ടാമത്തെ സീൻ നിങ്ങൾ കാണണം. മൂന്നാമത്, ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ടുള്ള ആ അമ്മയുടെ ക്ഷീണമേറിയ യാത്രയിൽ അമ്മയുടെ ശരീരം തന്നപ്പോൾ കിട്ടിയ ഒരു സ്ഥലത്ത് അമ്മ ഇരുന്ന് തന്റെ മടിയ കുഞ്ഞിനെ ഇരുത്തി തന്റെ മാറോട് ചേർത്ത് ആ കുഞ്ഞിനെ അതിന്റെ ഉറക്കം അവസാനിക്കുന്നത് വരെ തന്റെ അമ്മ ദേഹത്തോടെ അവിടെ ഇരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പ്രിയ ദൈവമക്കളെ, അതാണ് പറയുന്നത്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ ജനങ്ങളിൽ നിന്ന് ദൈവം എടുത്തു. ആമേൻ. ഒന്നാമത് അവരെ എടുത്തു. രണ്ടാമത് എടുക്കുക മാത്രമല്ല, ബ്രിങ് ദം ബിഫോർ ദ ഡോർ ഓഫ് ടാബർനാക്കിൾ, സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ അവരെ കൊണ്ടുവന്നു. ആമേൻ. ഒരു അഴിവുമില്ലാത്ത, ഒരു നാശവുമില്ലാത്ത, ഒരു നഷ്ടവുമില്ലാത്ത, ഒരു അന്യായവും സംഭവിക്കാത്ത ഒരു സ്ഥലത്ത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധ സഖ്യനായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആയി മാറുന്ന സമാഗമന കൂടാരം അകത്തും പുറത്തുമായി ദൈവത്തിന്റെ ശക്തിയാൽ നിബിഡമാണ്. ഒരു മനുഷ്യരും ആ ശക്തിക്കുള്ളിൽ നാശം സംഭവിക്കുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യ സായുജ്യം നിറഞ്ഞു നിൽക്കുന്ന ആ കൂടാരത്തിന്റെ വാതിൽക്കലാണ് കൊണ്ടുവന്നു. അമ്മേ, പ്രിയ ദൈവമക്കളെ, ഒന്നാമത് എടുക്കുന്നു, രണ്ടാമത് കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് വാഷ് ദം വിത്ത് വാട്ടർ, വെള്ളത്തോടെ അവരെ കഴുകി വെടിപ്പാക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വെള്ളം കൊണ്ട് അവിടെ വെച്ചാണ് കഴുകി വെടിപ്പാക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭാഗത്തൂടം നിർമ്മലനായി, ആ ഭാഗത്തൂടം സംസ്കൃതനായി, ആ ഭാഗത്തൂടം പരിശുദ്ധനായി, ആ ഭാഗത്തൂടം വെടിപ്പുള്ളവനായി, ആ ഭാഗത്തൂടം വിശുദ്ധനായി അവരെ മാറ്റി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആമേൻ. ആദ്യം എടുത്തപ്പോൾ അവന്റെ മാലിന്യമോ അവന്റെ അഴുക്കോ അവന്റെ വൃത്തികേടോ അവന്റെ വൃത്തിഹീനതയോ നോക്കിയില്ല, എങ്ങനെ എടുക്കണം എന്നുള്ള ആഗ്രഹത്താൽ എടുത്തു. രണ്ടാമതോ അവനെ ചുമന്നപ്പോൾ അവന്റെ ഒരു ശരീരത്തിന്റെ മാലിന്യത, മനസ്സിന്റെ അഴുക്കോ ഇതൊന്നും നോക്കിയില്ല. ഒരിടത്തിരുന്ന് അവനെ മടിയിൽ മാറോട് ചേർത്ത് കിടത്തി ആശ്വസിച്ചപ്പോൾ ഇതൊന്നും നോക്കിയില്ല. എന്നാൽ അല്പം 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 അവൻ വളർന്നപ്പോൾ അവനെ കൂടാതെ വാതിക്കൽ കൊണ്ടു നിർത്തിയിട്ട് അകത്തോട്ട് കയറ്റി നൽകുമ്പോൾ അവനെ അപാക ചൂടും എന്ന് ചെയ്യുന്നറിയാമോ? നിർമ്മലമായ ജലം തളിച്ചു വിശുദ്ധീകരിച്ച് ഇനി അകത്ത് കയറി അങ്ങനെ ഒരിക്കലും മാലിന്യമുള്ളവരാണെന്ന് പറയരുത്. ഒരു ദൈവ പൈതൽ ദൈവാലയത്തിനുള്ളിൽ അങ്ങനെ ആയിരിക്കട്ടെ. ഈ ലോകത്തിൽ നിന്ന് നമ്മളെ എടുത്ത് ദൈവാലയ വാതിക്കൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ആ വാദചൂടം വെള്ളം കൊണ്ട് കഴുകി അതിനുശേഷം വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് തലയിൽ അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്ത് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ വേർതിരിച്ച് ദൈവാലയത്തിൽ കൊണ്ടിരിക്കുകയാണ്.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ആ മഹനീയമായ കാര്യം നമ്മൾ മറന്നു പോകരുത്. പിന്നെ വസ്ത്രങ്ങൾ എടുത്ത് അഹരോനെ ഉള്ളങ്കിയും യഹോദിന്റെ അങ്കിയും യഹോദും പതക്കവും ധരിപ്പിച്ച് അവന്റെ അരയിൽ യഹോദിന്റെ നടുക്കെട്ട് കെട്ടി. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയാം, വസ്ത്രങ്ങൾ എടുത്ത് അഹരോനെ ഉള്ളങ്കി ധരിപ്പിച്ചു. അപ്പൊ നമ്മൾ മറക്കരുത്, വസ്ത്രങ്ങളാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത് അഹരോനെ ധരിപ്പിക്കുന്നത് ഇന്നർ കോഡ്, ആന്തരിക കുപ്പായമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ പോരായ്മകളും, എല്ലാ കുറവുകളും, എല്ലാ തെറ്റുകളും, എല്ലാ പാപങ്ങളും, എല്ലാ പരാധീനതകളും, എല്ലാ കുടുംബാവങ്ങളെയും അവർ മാറ്റിയതിന്റെ അടയാളമായി ഉള്ളങ്കി ധരിപ്പിച്ചിരിക്കുകയാണ്. സാൽവേഷൻ, അത് രക്ഷയുടെ വസ്ത്രമാണ്. ആമേൻ, ഹല്ലേലൂയ. രക്ഷപ്പെട്ടാലേ അവനകത്ത് സ്ഥാനമുള്ളൂ. ആമേൻ. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ? പുറമേ ഒരു മേലങ്കി ധരിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, സാധാരണ പട്ടക്കാർ ധരിക്കുന്നത് പോലെ കഴുത്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴുത്തോട് ചേർന്നിരിക്കുന്ന ഒരു വട്ട കഴുത്തോടുള്ള മേലങ്കി, അത് കാലിന്റെ പെരുവിരൽ വരെ മൂടുന്ന രീതിയിലുള്ള ഒരു അങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കാണ്ഡം മുതൽ അവന്റെ കഴുത്ത് മുതൽ അവന്റെ കാല് വരെ സംശുദ്ധമായി അവൻ സംരക്ഷിക്കപ്പെടുകയാണ്. തലയിൽ പ്രത്യേക അധികാരത്തിന്റെ കിരീടവും വെച്ച് അവൻ രാജകീയ പുരോഹിത വർഗമായി, ഹല്ലേലൂയ, അവനെ ദൈവം മാറ്റിയെന്നതിന്റെ അടയാളമായി നമ്മൾ ഇതെല്ലാം കാണുകയാണ്. നമ്മൾ സാധാരണക്കാരല്ല. ആമേൻ. നമ്മളെ കഴുകി നമ്മളെ അകത്തെ ഉള്ളങ്കി ധരിപ്പിച്ച് ഹൃദയ സംശുദ്ധമായി സംരക്ഷിക്കപ്പെടുന്നതിന് അടയാളം. അതിനുശേഷം നമ്മുടെ കഴുത്തു മുതൽ കാലിന്റെ പെരുവിരൽ വരെ മറയുന്ന വലിയ പുറംകുപ്പായം ധരിപ്പിച്ചപ്പോൾ ഒരു കാര്യം അറിയാം, നമ്മുടെ ഹൃദയം പരിശുദ്ധമായി, നമ്മുടെ ശരീരം കാണ്ഡം മുതൽ എന്ന് പറഞ്ഞാൽ കഴുത്തു മുതൽ കാല് വരെ സംരക്ഷിതമായ അങ്കി ധരിപ്പിച്ചിരിക്കുന്നു. തലയിൽ പ്രത്യേക തൊപ്പിയും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ആമേൻ. ചുരുക്കി പറഞ്ഞാൽ, ഒരാളെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നെടുക്കുന്നു, അവനെ സമാഗമന കൂടാതെ വാതിൽക്കൽ കൊണ്ടുവരുന്നു. മൂന്നാമത് അവിടെ വെച്ച് ആ ഭാഗത്തൂടെ വെള്ളം കൊണ്ട് കഴുകുന്നു. നാലാമത് വിശുദ്ധ വസ്ത്രം അണിയിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ? തലയിൽ അഭിഷേക തൈലം ഒഴിച്ചഭിഷേകം ചെയ്യാണ്. ഇന്ന് കാലം എന്നെ കേൾക്കുന്ന ക്രൈസ്തവരെ, എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, we are anointed. നമ്മൾ അഭിഷേകരാണ്. അതുകൊണ്ട് ഒരിക്കലും 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 cannot our change. പ്രിയ ദൈവമക്കളെ, നമ്മുടെ രൂപാന്തരം ഒരിക്കലും മാറരുത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം മാറരുത്, നമ്മുടെ ചെയ്തികൾ മാറരുത്, നമ്മുടെ പ്രവൃത്തികൾ മാറരുത്, നമ്മുടെ തീരുമാനങ്ങൾ മാറരുത്, നമ്മുടെ ചിന്തകൾ മാറരുത്, നമ്മുടെ ആഗ്രഹങ്ങൾ മാറരുത്, നമ്മുടെ താല്പര്യങ്ങൾ മാറരുത്, നമ്മുടെ ജീവിത ക്രമീകരണം മാറരുത്. ആമേൻ. ഒന്നാമത് അവരെ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ നെടുത്ത് അവരെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ആ ഭാഗത്തൂടെ വെള്ളം കൊണ്ട് കഴുകി വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ച് വേർതിരിച്ച് സമർപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ഇത്രത്തോളം കടമ്പകളിലൂടെ കടന്നു വന്നതാണ്. കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്പർ 1 അനോയിന്റഡ് പ്രീസ്റ്റ്. അവൻ അഭിഷേകം ചെയ്യപ്പെട്ടത് പുരോഹിതനായിട്ടാണ്. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം. നാമോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗ്ഗം. ആമേൻ, ഹല്ലേലൂയ. We are royal priesthood for the work of Jesus. കർത്താവിന്റെ വേല ചെയ്യുവാൻ നമ്മൾ അഭിഷിക്തരാണ്. ആമേൻ. ജീവിത നൈർമല്യത്തിന്, ജീവിത സംശുദ്ധിക്ക്, ജീവിത പുനർവിധിക്ക് വേണ്ടി നാം അഭിഷേകം
ചെയ്യപ്പെട്ടവരാണ് എന്നുള്ള കാര്യം മറക്കരുത്. ആരെങ്കിലും ചോദിക്കുകയാണ് നമ്മൾ ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ പറയണം ഐ ആം അനോയിന്റഡ് പ്രീസ്റ്റ്, ഞാൻ അഭിഷിക്തനായ പുരോഹിതനാണ് എന്നുള്ള കാര്യം മറക്കാതെ പറയേണ്ടത് അനിവാര്യമാണ്. ഒന്നാമത് എടുക്കുന്നു, രണ്ടാമത് കൊണ്ടുവരുന്നു, മൂന്നാമത് വെള്ളം കൊണ്ട് കഴുകുന്നു, നാലാമത് വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കുന്നു, അഞ്ചാമത് തലയിൽ അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യുന്നു, ആറാമത് അവനെ വിശുദ്ധീകരിക്കുന്നു, ഏഴാമത് അവനെ ഡെഡിക്കേറ്റ് സബ്മിറ്റ് ചെയ്യുന്നു, സമർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊരു പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്, നമ്മളൊരു തികവിലെത്തിയിരിക്കുകയാണ്, നമ്മളൊരു സമ്പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്, നമ്മളൊരു നിറവിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മറക്കാതെ ഓർത്തിരിക്കണം. ഒന്നാമത് അനോയിന്റഡ് പീസ്, രണ്ടാമത് അനോയിന്റഡ് കിങ്, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലൂക്കോസ് 1-ാം അധ്യായം അതിന്റെ 31 മുതൽ വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. നീ ഗർഭത്തിൽ ചെറുവാനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകത്തില്ല. മറിയ ദൂതനോട് ഞാൻ കന്യകയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേടും, ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് നമ്മൾ കർത്താവായ യേശുവിനെ പോലെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. രണ്ടാമത് നമ്മൾ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. മൂന്നാമത് നമ്മൾ പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, അതാണ് 1 കൊരിന്ത്യർ 14:31 നമ്മൾ വായിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമത് we are anointed priest. നമ്മൾ പ്രവാചക, പുരോഹിത, പൗരോഹിത്യ രംഗങ്ങളിലേക്ക് രാജകീയ വാഴ്ച നടത്തുവാൻ തക്കവണ്ണമുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ മഹാദൈവമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ സ്വർഗസന്നിധിയിൽ ചേർത്തിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവന്റെ വസ്ത്രത്തിൽ എഴുതിയിരിക്കുന്ന ലേബൽ ഇങ്ങനെയാണ്: കർത്താതി കർത്താവ്, അവൻ രാജാതി രാജാവ്. നമ്മളെ ധരിച്ചിരിക്കുന്ന അങ്ങിമേൽ രാജാക്കന്മാർ എന്ന പേര് ചേർത്തിരിക്കും. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനാണ്, അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനാണെങ്കിൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട രാജാക്കന്മാരാണ്, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാരാണ്, അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകന്മാരാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവചിക്കാമല്ലോ. ആമേൻ. ഇത് ചിലരുടെ കുത്തകയല്ല. നമ്മൾ സാധാരണ അറിയാതെയോ അറിഞ്ഞോട് പറയും, ഓ അവിടെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ എവിടെയെന്നോട് പറയുന്നു, അവിടെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിന് പെട്ടപ്പോൾ? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ സാധാരണ പറയും, ഓ ആ പള്ളിയിൽ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, ആ വീട്ടിലൊരു പ്രവാചകൻ വന്നിരിക്കുന്നു, ആ മീറ്റിംഗിൽ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ഇത് പറയുന്നത് യഥാർത്ഥ പ്രവാചകനാണ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രവചിക്കാതെ, നമ്മൾ കാര്യങ്ങൾ വിളംബരം ചെയ്യാതെ,
നമ്മൾ കാര്യങ്ങൾ പോഷിക്കാതെ നമ്മൾ പറയുകയാണ്. അതാ അവിടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവേശിക്കാമല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നിങ്ങളോട് എന്റെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായി പ്രവർത്തിക്കാമല്ലോ. ആമേൻ. നമ്മുടെ ജീവിതം അങ്ങനെ ദൈവസന്നിധിയിൽ സുഗന്ധപൂർണമായി ധന്യമായി സമർത്ഥമായി മുന്നോട്ട് പോകുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ചെറിയ മനുഷ്യരല്ല, നമ്മൾ അല്പമാത്ര മനുഷ്യരല്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്ന മനുഷ്യരല്ല, നമ്മൾ അവസാനിക്കുന്ന അസ്തമിക്കുന്ന മനുഷ്യരല്ല. അത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകന്മാരും അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാരും അഭിഷേകം ചെയ്യപ്പെട്ട രാജാക്കന്മാരുമാകിയാൽ ഈ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത അനന്തമായ ഒരു ജീവിതം ദൈവത്താൽ അഭിഷേകം മൂലം നമ്മുടെ മേൽ പകർന്നിരിക്കാൻ നാം നിത്യരാണ് എന്നുള്ള കാര്യം മറന്നു പോകാതെ ഓർത്തിരിക്കണം. 105 സങ്കീർത്തനം അതിന്റെ 15 വാക്യത്തിലേക്ക് പോകുമ്പോൾ 105 സങ്കീർത്തനം അതിന്റെ 15 വാക്യം, എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. അതുകൊണ്ട് ഇന്ന് പ്രകാരം ഞാൻ നിങ്ങളോട് പറയട്ടെ, 105 സങ്കീർത്തനം 15 വാക്യം മറക്കരുത്. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്ത പ്രവാചകന്മാരോട് പറയട്ടെ, ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനാവോട് കഴിയത്തില്ല എന്ന് നിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് നിന്നെ ദൃഢപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഞാൻ ദൈവത്തിന്റെ അഭിഷേകത്തിനാകിയാൽ എനിക്കെതിരെ ഒരു ദോഷവും ചെയ്യുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കഴിയത്തില്ല. ഒരു പക്ഷേയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടായിരിക്കാം റോമാലേഖനം 8-ാം അധ്യായം അതിലെ 26 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ആർക്ക് കഴിയും? താൻ പറയാണ്, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന ഒരു പ്രമാണം ഉണ്ടെങ്കിൽ പോലും എന്നെ അതിൽ നിന്ന് തോൽപ്പിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ഉറച്ചിരിക്കുകയാണ്, ജീവനോ മുതൽക്കോ വൈദ്യക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴും വരുവാനുള്ളതോ ഉയരത്തിലോ വാഴത്തിലോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ചാലഞ്ചിങ് വേർഡ്സ്, ഈ വെല്ലുവിളിയുടെ ഈ ശബ്ദവശങ്ങൾ പൗലോസിന്റെ അഭിഷേകത്തിൽ നിന്നാണെങ്കിൽ പൗലോസിന്റെ വിശ്വാസത്തിന്റെ ഭയങ്കരമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ശക്തരായി വലിയവരായി മഹാന്മാരായി ഉന്നതരായി മുന്നോട്ട് പോകണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഭിഷിക്തനാണ്. നമ്മുടെ കർത്താവായ യേശു അഭിഷിക്തനാണ്. നമ്മുടെ കർത്താവായ യേശു അഭിഷിക്തനാണ്. അവൻ പ്രവാചകനായി അഭിഷിക്തൻ, അവൻ പുരോഹിതനായി അഭിഷിക്തൻ, അവൻ രാജാവായി അഭിഷിക്തൻ. അങ്ങനെയെങ്കിൽ നമ്മൾ അഭിഷിക്തരാണ്. നമ്മൾ പ്രവാചകന്മാരായി അഭിഷിക്തരായി ആ ജോലി ചെയ്ത് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകണം. നമ്മൾ പുരോഹിതന്മാരായി അഭിഷിക്തരാണ്. ആ പൗരോഹിത്യ ധർമ്മത്തെ മറക്കാതെ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകണം. നമ്മൾ രാജാക്കന്മാരായി അഭിഷിക്തരാണ്. അതുകൊണ്ട് രാജാവിന്റെ ഗാംഭീര്യ പ്രൗഢിക്ക് കൊട്ടം വരുത്താതെ ഈ രാജകീയ സിംഹാസനത്തിലിരുന്ന് കർത്താവിനോടൊപ്പം നിന്റെ യാത്ര സുഖകരമായി മുന്നോട്ട് പോകാൻ സർവ്വവല്ലവനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മറക്കരുത്, ഒന്നാമത് അത് എഴുതുന്നു, രണ്ടാമത് അത് കൊണ്ടുവരുന്നു, മൂന്നാമത് വെള്ളം കൊണ്ട് കഴുകുന്നു, നാലാമത് വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കുന്നു, അഞ്ചാമത് തലയിൽ അഭിഷേകത്തെ ഒഴിക്കുന്നു, ആറാമത് ശുദ്ധീകരിക്കുന്നു, ഏഴാമത് സമർപ്പിച്ച് വേർതിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിന്റെ ചപ്പുചവർ പാലുകളിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്. ദൈവാലയ സന്നിധിയിൽ കൊണ്ടുവരപ്പെട്ടവരാണ്. ദൈവത്താൽ പരിപൂർണമായി കഴുകൽ പ്രാപിച്ചവരാണ്. അഭിഷിക്തനായ ആ വസ്ത്രം ധരിക്കപ്പെട്ടവരാണ്. തലയിൽ അഭിഷേക തൈലമൊഴിച്ച് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. നമ്മളെ സകല മാന്യതയും മാറ്റി നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മളെ വേർതിരിച്ച് നിർത്തിയിരിക്കാൻ ആ വേർപാടോടെ ഒരു ആന്തരിക വിശുദ്ധമായ ജീവിതത്തെ മുന്നേറുവാൻ
പരിശുദ്ധ അഭിഷിക്ത കർത്താവ് അഭിഷിക്ത മക്കളായ നമുക്കേവർക്കും അവസരം നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. അഭിഷിക്തനായ ദൈവം അഭിഷിക്തരായ നമ്മളെ അന്ത്യത്തോളം ആ അഭിഷേകത്തിന്റെ നിലവിൽ നടത്തുമാറാകട്ടെ.